സർജോയ് ശരണം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാമായ ബ്രഹ്മശ്രീ കരുണാകര ഗുരു 1999 മെയ് 6, അതായത് മേടമാസം 23 ദേഹവിയോഗം ചെയ്തു. അത് പരമ്പരയിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും. പക്ഷേ അതിനുശേഷം ശാന്തിരാശ്രമത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഗുരുവിൻ്റെ പേരിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ട് തെറ്റിദ്ധാരണജനകമായി പല സംഭവവികാസങ്ങൾ നടക്കുന്നത് ആസ്പദമാക്കിയിട്ടുള്ള ഒരു വീഡിയോയാണ്. ആ വീഡിയോക്ക് കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ എനിക്കൊരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു. സഫാരി ചാനലിൽ 11 മാസങ്ങൾക്ക് മുമ്പേ വന്ന ഒരു ശിവരാജൻ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് SP, അദ്ദേഹം ചരിത്രം എന്നിലൂടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ 11ാമത്തെ ചരിത്രം എന്നിലൂടെ എന്നുള്ള 11ാമത്തെ എപ്പിസോഡാണ്. 11 മാസങ്ങൾക്ക് മുമ്പേ ആണ് ആ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ദിവസങ്ങളിലാണ്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ ഒരു ആത്മബന്ധു ജനസേവ സ്വാമിയായിട്ട് സംസാരിക്കുകയുണ്ടായി. ആ സംസാരിക്കുന്ന സമയത്ത് ആ ആത്മബന്ധു സ്വാമിയുടെ അനുവാദത്തോടെ ആ കോൾ റെക്കോർഡ് ചെയ്യുകയും അത് എനിക്ക് അയച്ചു തരികയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പം ആ വീഡിയോ എനിക്ക് കിട്ടിയെങ്കിലും അതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ആ വീഡിയോക്കകത്തുള്ള കണ്ടന്റിനെ കുറിച്ച് ഞാൻ അത് ശ്രദ്ധിച്ചില്ലെന്ന് വെച്ചാൽ ഞാനത് കണ്ടില്ല, പിന്നീട് കാണാമെന്നുള്ള രീതിയിൽ അത് കണ്ടില്ല. പക്ഷേ ഈ കോൾ റെക്കോർഡ് എനിക്ക് കിട്ടിയതിന് ശേഷം, ആ ആത്മബന്ധു സ്വാമിയുടെ അനുഭവത്തോടെ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്ന ആ കോൾ റെക്കോർഡ് കിട്ടിയതിന് ശേഷം ആണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. അപ്പോഴാണ് എൻ്റെ ഒരു ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള, അത് മാത്രമല്ല ഒട്ടനവധി ഘടകങ്ങളിൽ ഉള്ള കാര്യങ്ങൾക്ക് ഒന്ന് വിശദീകരണം തരണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ആ കോൾ റെക്കോർഡ്, അതായത് ശാന്തിരാശ്രമത്തിൻ്റെ ഗുരുവോടൊത്തുണ്ടായിരുന്ന മുൻ ജനറൽ സെക്രട്ടറിയായ ജനസേവ സ്വാമിയും നമ്മുടെ ഒരു ആത്മബന്ധുവായ സംഘടനയുടെ ഒരംഗമായ ആ ആത്മബന്ധു അയച്ചു തന്ന ആ കോൾ റെക്കോർഡ് കേട്ടിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ ആ കോൾ റെക്കോർഡ് കേട്ടു. പറഞ്ഞു. അവരുടെ അച്ഛന്റെ ഇനിഷ്യലാണ് SK എന്നുള്ളത്. പേര് ഞാനങ്ങ് വിട്ടുപോയി. അങ്ങനെ ഈ പോർട്ടില് വർക്ക് സൂപ്പറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശേഷകാരിയായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു, ശരത്ചന്ദ്രൻ സാറിന്റെ ഭാര്യ. അപ്പൊ അവര് ക്യാൻസർ വന്ന് മരിച്ചുപോയി. അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇയാളുടെ ഇയാൾക്ക് ആദ്യത്തെ ഇതിനകത്തുള്ള ഒരു മകനാണ് സുരേഷ്. ആദ്യത്തെ ഭാര്യയിലുള്ള ഒരു മകനാണ് സുരേഷ് എന്ന് പറഞ്ഞ പയ്യൻ. അപ്പൊ ഈ പയ്യൻ അവിടെ നിന്നതിന് ശേഷം പിന്നെ എഴുത്തിലേക്ക് നിർത്തുന്ന അവസരത്തിൽ നമുക്ക് നമ്മുടെ പശുക്കൾ, നല്ല പശുക്കളാണ് നമുക്കുള്ളത്. ആ പശുക്കൾ ഒരു ദിവസം ഒരു പശു എത്തു, അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞാൽ മറ്റൊരെണ്ണം കഴിച്ച്, ഇത് കഴിഞ്ഞ ശേഷം നിലമേൽ ഉണ്ണിക്കാൻ നമുക്കൊരു പശുവിനെ കുട്ടി അരിയെ കൊണ്ടുവന്നു. കുട്ടി എന്ന് പറഞ്ഞാൽ അവളെ ഏതാണ്ട് ചെനയായി നിൽക്കുന്ന അവസരത്തിലാണ് കൊണ്ടുവന്നത്. എന്തൊരു ഐശ്വര്യം എന്നറിയാം അവളെ കാണാൻ. കാമധേനു എന്നറിയാം ഞങ്ങൾ എല്ലാവരും വിളിച്ച് അവളെ കൊണ്ടുവന്ന് വലിയ സന്തോഷമായിട്ട് ഗുരുവിന് കൊടുത്തതാ. അവൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പ്രസവിച്ചിട്ട് അവള് എല്ലാവർക്കും വലിയ സന്തോഷം അവളെ കാണാൻ. അവളെ പെട്ടെന്ന് അങ്ങ് ചത്തു ആ കുട്ടി. അത് ഞാൻ വന്ന ഉടനെ എല്ലാവരും, സ്വാമി നമ്മുടെ പശു പോയി എന്നാണ്. വലിയ സങ്കടമായി എല്ലാവർക്കും. ഞാൻ ഓടിച്ചെന്നു ഗുരുവിന്റെ അടുത്ത് എന്ന് പറയും, ഗുരുവേ. അപ്പം ഗുരു അപ്പോഴും ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇതിനോടൊന്നും വലിയ ആസക്തമല്ലാത്തൊരു മനസ്സോടുകൂടി ആളുകളെ തെറ്റിരിച്ച് ഞാൻ സംസാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഗുരുവിന്റെ അടുത്ത്, എനിക്ക് അന്ന് കണ്ട ഗുരുവിന്റെ ആ രൂപം അതേ ഇടയ്ക്ക് ഒരു ഓർമ്മയുണ്ട്. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പറയും, ഗുരുവേ, നമ്മൾ ഈ പശു ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, പശുക്കളുടെ ഈ കൂടുതൽ നിരന്തരമായിട്ട് ചാകുന്നുണ്ടെങ്കിൽ എന്തോ വലിയ അപകടമുണ്ട് അതിനെ. അല്ലെങ്കിൽ പശുക്കൾക്ക് ഇങ്ങനെ ഇത് വരില്ല. പശുക്കൾക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് എന്തോ തരത്തില് ഐശ്വര്യത്തിന് വലിയ കുറവുള്ള എന്തോ കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് അറിയണമെന്ന് പറഞ്ഞു. ഗുരു നോക്കാന്ന് പറഞ്ഞാൽ നോക്കിച്ചപ്പോൾ അതിൽ നിൽക്കുന്നതില് ഇതിനെ പരിചരിക്കാൻ നിൽക്കുന്നതാണ് ഈ സുരേഷ്. അപ്പോൾ ഇവൻ എവിടെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആയാലും ജീവനുള്ള ജീവനുള്ളവയുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നോ അവയ്ക്കെല്ലാം ജീവഹാനി വരും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇവൻ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റിലാണ് നിൽക്കുന്നെങ്കിൽ ആ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് അഗ്നിക്കിരയാവും. അപ്പം 100 കണക്കിന് ആളുകളുടെ ജീവാപായം വരാവുന്ന, അത് കണക്ക് എന്ത് തരത്തില് നാശങ്ങളും ഉണ്ടാകാവുന്ന ഒരവസ്ഥയാണ് ഇവനെ സംബന്ധിച്ചിടത്തോളം.
അവരുടെ ഗുരു പറഞ്ഞു, അവനെ ഇനി വിളിക്കാൻ പറഞ്ഞു, അവന്റെ അടുത്ത് ഇത് പറയരുതെന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് ഈ കർമ്മഗതി അവനിൽ നിന്ന് മാറണം. ഗുരു അങ്ങ് സങ്കടപ്പെട്ടു, എന്ത് ചെയ്യും, ഇവന് എങ്ങനെ ജീവിക്കും, എവിടെ ചെന്നാൽ എത്രയോ ആളുകൾക്ക് ഉപദ്രവമുണ്ടത്, എത്ര പേരുടെ ജീവഹാനിയാണ് അതിന് വരുന്നത്. അതുകൊണ്ട് ചെന്നിട്ട് തെക്കേ എസ്റ്റേറ്റിൽ നീ ചെന്നിട്ട് 3 കൊല്ലം നിരന്തരം കിളയ്ക്കുക. അവിടെ ആ മണ്ണ് നല്ല ശരിക്ക് മുറിഞ്ഞ് കിളയ്ക്കണം. അങ്ങനെ കിളയ്ക്കുമ്പോഴേ നിന്റെ വേർപ്പത്ര ആ മണ്ണിൽ വീഴണമെന്ന് പറഞ്ഞു. ആ നിലയിൽ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഇവന്റെ അടുത്ത് കാര്യം പറയില്ല. അപ്പൊ ഈ കിളയ്ക്കുന്ന അവസരത്തിൽ മണ്ണിലുള്ള ഒരുപാട് ജീവ അണുക്കളെ കൊല്ലുന്നുണ്ട്. ആ മരണം ഈ തരത്തിലേക്ക് അത് മാറി ഈ കർമ്മഗതിയിൽ നിന്ന് ഒഴിയണം. 3 കൊല്ലം കഴിഞ്ഞ ശേഷം ഗുരു അവനൊരു ഓട്ടോറിക്ഷ വാങ്ങിച്ച് അവന്റെ കൊടുത്തിട്ട് അവനെ പറഞ്ഞു വിട്ടു. അപ്പൊ ഇവിടെ ഒരു വിവാഹം നടത്തുന്ന അവസരത്തിൽ ആ വിവാഹ ജീവിതം എങ്ങനെ, അവരുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന അങ്ങോട്ടുള്ള ജീവിതം ഏത് തരത്തിലേക്ക് പോകും, അങ്ങോട്ടുള്ള ഒരു ദീർഘകാലം, സന്താനങ്ങൾ എങ്ങനെ, ഈ ദുരന്തം എന്തോ. അമൃത എനിക്ക് അമൃത എന്ന് വിളിക്കാൻ സാധ്യമല്ല, രാധയെന്ന് മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ. ചെല്ലമ്പിള്ളയുടെ മകൾ രാധ. അവൾ ഇവിടെ വന്നപ്പോൾ തന്നെ അവളെ പറ്റി നോക്കിയിട്ടുള്ളതിൽ പറഞ്ഞിട്ടുണ്ട്, അവൾ ഈ പ്രസ്ഥാനത്തിന് ദോഷം ചെയ്യുമെന്ന്. എന്തുകൊണ്ട് കണ്ടില്ല? എന്തുകൊണ്ടത് കാണാതിരുന്നത്? ശരിക്കും ഗുരുവിന് പേരുദോഷം വന്ന പോലെയായി. ഇത് നിങ്ങൾ ആ വാർത്ത കേൾക്കുകയാണ്. ഇത് ലോകം മൊത്തം ഞാൻ എത്തിയിരിക്കുന്നത്. ഇയാൾ ഈ പറയുന്ന ശാന്തിഗിരി ആശ്രമത്തിൽ കരുണാകര ഗുരുവിന്റെ ശാന്തിഗിരി ആശ്രമത്തിൽ അവിടെ ധ്യാനവും ഇതൊക്കെ കൂടി അങ്ങനെ കഴിഞ്ഞവരാകാതെ അദ്ദേഹം പറയുന്നുണ്ട്. ആശ്രമത്തിന്റെ റെപ്യൂട്ടേഷൻ എവിടെ ചെന്ന് നിൽക്കും നോക്ക്. ഞാൻ ഈ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ ഇവരിത് എന്താ യൂട്യൂബിലൂടെ ഇടുന്നത് ഞാൻ കേൾക്കുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ മെനഞ്ഞാന്ന് ഇങ്ങനെ കിട്ടിയതാണിത്. ഞാൻ അപ്പോൾ തന്നെ എന്റെ ഫോണിൽ പരിമിതമായ ആളുകളെ ഉള്ളൂ ഈ വിശ്വാസികളുടെ ഇതൊക്കെ ഉള്ളത്. അവർക്കൊക്കെ ഞാൻ ഇട്ടുകൊടുത്തു. അവരുടെ പറഞ്ഞത് കഴിയുന്നിടത്തോളം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം, ഇത് എന്ത് എന്ന് അവർ ചിന്തിക്കണം. ആ കുഞ്ഞുങ്ങളുടെ എന്നിട്ട് ആ പോലീസ് ഓഫീസർ അയാളും പാലക്കാട്ടുകാരനാണ്. അയാൾ ആ തന്തയുടെ ആ പെൺകുട്ടിയുടെ അച്ഛന്റെ വാക്കുകളുടെ മുമ്പിൽ അദ്ദേഹത്തിന് മറുപടി പറയാനില്ലാതായി. അവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഈ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് പല സംഘടനകളെയും പല പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവരിന്ന് അവരുടെ സംരക്ഷണയിലാണ് ആ കുട്ടി. ഈ ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇതിന് കാരണം അവരുടെ ജനനത്തിന് വരെ കാരണമാക്കിയതല്ലേ ഇവളൊക്കെ? എന്തെങ്കിലും ഒരു കനിവിന്റെ ഭാഗം ഉണ്ടായോ? അന്വേഷിച്ച് നോക്കത്. അതിനെ കുറിച്ച് ഒരാൾ എങ്ങനെ അവിടെ അതിനകത്ത് നിന്നു, എങ്ങനെ അതിനകത്ത് നിന്നു? ഇവരിത് വന്നപ്പോൾ എന്തുകൊണ്ട് ഇവളെ വിവാഹം നടത്തുന്ന അവസരത്തിൽ എന്തുകൊണ്ട് ഇവളുടെ വിവാഹത്തിന്റെ ജീവിതം എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം ഇവൾ കണ്ടില്ല? ഇവൾ കാണോ? ഇവളങ്ങോട്ട് ചലിച്ച് ഇവളെ അറിയാതെ ഈ ലോകത്തൊരു കരിയില പോലും അനങ്ങുന്നില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവര് ആണോ? അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നേ? ഇവൾ അറിയാതെ ഒരു കരിയില പോലും ചലിക്കുന്നില്ല, ഇവിടെ അറിയുന്നില്ല, താണ്ട കിടക്കുന്ന. ഇവൾ എന്താ ഇത് അറിയാഞ്ഞത്? ഇവൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഇത് ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരാളിന് അവിടെ നിൽക്കാൻ, അഥവാ അങ്ങനെ ഒരാളിന്റെ അടുത്ത് അവൻ ഒരുപാട് നാൾ ഈ സുരേഷ് ഒരുപാട് നാൾ ആശ്രമത്തിൽ നിന്നിട്ട് ഗുരുവിന്റെ ആ കനുവിന്റെ കർമ്മഗതി ഇതാണ്. അതിൽ ആശ്രമത്തിലുണ്ടായ നഷ്ടമല്ല അവിടെ ഗുരുവിന് വിഷമം തോന്നിയത്. ഇവൻ എവിടെ പോയി ജീവിക്കും, എങ്ങനെ ജീവിക്കും? ആ ജീവൻ ഇവനൊരു ജീവിതം കൊടുക്കണ്ടേ? അതുകൊണ്ട് അവന്റെ ആ കർമ്മഗതിയിൽ നിന്ന് മോചിപ്പിച്ചിട്ട് വിടുക. ആ കർമ്മഗതിയിൽ നിന്ന് അവനെ മോചിപ്പിച്ച ഈ ഒരു ജന്മത്തേക്കല്ല, അവന്റെ അനന്തകോടി ജന്മങ്ങളിലേക്ക് അവനെ മോചിപ്പിച്ചത്. എന്നിട്ട് ജീവിക്കാൻ അവനൊരു വണ്ടിയും എടുത്തു കൊടുത്തു, ഓട്ടോറിക്ഷ. ഇതാണ് ഗുരു. ഇനി ഇതുമായിട്ടും താരതമ്യപ്പെടുത്തണം ഇവളെ. ഇവള് നടത്തി വിട്ടിട്ട് തൊലച്ച ജീവിതങ്ങളാണ് അത്. ഈ അഗ്നിയിൽ അപമൃത്യുവിന് വിധേയമായിട്ട് നിൽക്കുന്ന ഈ 2 ജീവൻ ഏത് തരത്തിൽ എത്ര കോടി ജീവാത്മാക്കളെ ഇനി നശിപ്പിക്കും? അതിനെ ശുദ്ധി ചെയ്ത് നിർത്താൻ ആരുണ്ട്? ആർക്ക് ശുദ്ധി ചെയ്ത് നിർത്താനൊക്കും? ഈ കർമ്മഗതിയിൽ നിന്ന് അവരെ ആരിന് മോചിപ്പിക്കും? ആ കുഞ്ഞുങ്ങളെ ഈ ദുരന്തങ്ങളിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കും? അവരവരുടെ അമ്മയുടെ മരണം കണ്ടു. ഈ കുഞ്ഞ്, ഏറ്റവും ഇളയ കുഞ്ഞിന് അന്ന് 2 വയസ്സും കണ്ട പ്രായം. നോക്കുക നിങ്ങളിത് കഴിയുന്ന എല്ലാ ആളുകൾക്കും
ഇവൾ ആരാണ്, ഇവൾ എങ്ങനെ ഈ പ്രസ്ഥാനം തകർത്തു എന്നുള്ള കാര്യം എല്ലാ ആളുകളും അറിയണം. ഈ ലോകം ഇന്ന് ലോകത്ത് മൊത്തം ഗുരു അവഹേളിക്കപ്പെടുകയാണ്. ഇത് എത്തുന്നത് ലോകത്ത് അദ്ദേഹത്തിന്റെ ഈ യൂട്യൂബിലെ ഇത് കേൾക്കുന്ന സർവ്വ ആളുകളും കരുണാകര ഗുരുവിനെയും ശാന്തിഗിരിയെയും അറിയുന്നത് ഈ തരത്തിലാണ്. അത് ഓരോന്ന് ഇങ്ങനെ വരും. ഇനി അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാം സ്വാമി. ചെയ്യാം. ഓക്കെ. സദ്ഗുരുശരണം സ്വാമി. അപ്പൊ എനിക്ക് കിട്ടിയ ഈ കോൾ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ആശ്രമത്തിൽ ഗുരുവിനോടൊത്ത് നിന്ന് ആശ്രമത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജനസേവസ്വാമിയുടെ ഒരു ആകുലത, മറ്റൊന്നുമല്ല, ഗുരുവിന്റെ പേരിന് അപഖ്യാതി വരുന്നു. കാരണം അത് വരുന്നത് എന്തുകൊണ്ടാണ്? ഗുരുവിൽ നിന്ന് ദർശനം കിട്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് 2005, 2006 കാലഘട്ടത്തിൽ ആ വീഡിയോയിലേക്കാണ് ഞാൻ വരുന്നത്. ആ വീഡിയോയുടെ പ്രസക്തി സവാരി ചാനലിൽ വന്നാണ്. അപ്പോൾ ആ വീഡിയോയുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ആശ്രമത്തിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസി, ദാസൻ എന്ന് പറയുന്ന ഒരു വിശ്വാസി ഇവിടെ കർമ്മം ചെയ്തിരുന്ന അദ്ദേഹം ശാന്തിഗിരി ആശ്രമത്തിൽ തന്നെ വിശ്വാസിയായ ഒരു കുടുംബത്തിലേക്ക് ഇദ്ദേഹത്തിന് ഇവിടുത്തെ ഒരു സ്വാമി കല്യാണാലോചിച്ച് നടത്തി കൊടുക്കും. വളരെ സാത്വികനാണ് ഈ ദാസൻ എന്ന് പറഞ്ഞാൽ, വളരെ സാത്വികനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ നിർധന കുടുംബത്തിലെ, എന്ന് വെച്ചാൽ അധികം സാമ്പത്തികം ഇല്ലാത്ത കുടുംബത്തിലെ ആ ഒരു പെൺകുട്ടിക്ക് ഇയാളെ ആലോചിച്ച് ഉറപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഈ 1999 മെയ് 6, അതായത് മേട 23 ദേഹവിയോഗം ചെയ്തതിന് ശേഷം അമൃത ജന്നി എന്ന് പറയുന്ന ഇന്നത്തെ ശിഷ്യപൂജിത ഗുരുസ്ഥാനി എന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ടല്ലോ, അവര് ഇവിടത്തെ അന്നത്തെ ആശ്രമ അധികാരികളുമായിട്ട് അധികാര വടംവലി നടത്തി ഇവിടുന്ന് നേരെ ചന്ദ്രൂരിലേക്ക്, ഗുരുവിന്റെ ജന്മഗൃഹമായ ചന്ദ്രൂർ ചിറ്റേക്കാട്ട് വീട്ടിലേക്ക് ഇവിടുന്ന് പലായനം ചെയ്യണം. ഗുരുനിർദ്ദേശപ്രകാരമാണെന്നുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്. കാരണം അന്നത്തെ ഇവിടുത്തെ അധികാരികളായ സട്പ്രസ്വാമി, ജഗത്പ്രിയസ്വാമി എന്നിവർ ജന്യനെ കൊണ്ട് പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല, ഗുരുവിന്റെ ഇച്ഛ നടപ്പാക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നാടകമൊക്കെ നടത്തി ഇവിടുന്ന് നേരെ ചന്ദ്രൂർ ഗുരുവിന്റെ ജന്മഗൃഹത്തിലേക്ക് വരും. ഒരു കുടിലതന്ത്രത്തിന്റെ ഒരു തുടക്കമാണ് അവിടെ എത്തി. അവിടെ ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ മറ്റൊരു ജനനിയെ ഈ ആശയത്തിൽ നിന്ന് വഴിതെറ്റിച്ച് പ്രസ്ഥാനം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഗുരു അനിൽചേർത്തല എന്ന് പറയുന്ന അദ്ദേഹത്തെയും കുടുംബത്തെയും ഇവിടുന്ന് ഇനി 3 തലമുറ ഇവിടുത്തെ ഒരു അധികാര സ്ഥാനത്തിന് വരരുത് എന്ന് പറഞ്ഞ് ഇവിടുന്ന് പുറത്താക്കിയ ആൾക്കാർ അവരുമായിട്ട് കൂട്ടിച്ചേർന്ന് ചന്ദ്രൂർ, അവിടെ ചേർത്തലയാണ് അവരുടെ വീട്. അപ്പൊ ചന്ദ്രൂര് ജന്മഗൃഹത്തിൽ വെച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ, ശാന്തിഗിരി ആശ്രമത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇവിടുന്ന് അധികാരികൾ ചെന്ന് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ അതിന് പ്രകാരം തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ ഈ അൽച്ചേർത്തല അനിയനെയും കുട്ടിയാണ് ഇങ്ങോട്ട് വരുന്നത്. അന്ന് അദ്ദേഹം ഇവിടുത്തെ ഒരു റെപ്പായിട്ട് നിൽക്കുകയാണ്, ഒരു മെഡിക്കൽ റെപ്പായിട്ട്. അദ്ദേഹത്തിന് ഒരു ബ്രഹ്മചാരി പട്ടം നൽകി ഇവിടെ കൊണ്ടുവരികയും അതിനുശേഷം നടന്ന ഭയങ്കര കുടിലതന്ത്രമായ ഒരു നാടകങ്ങളാണ് ഫെബ്രുവരി 22. അന്നാണ് ഇയാൾക്ക് അതിനോടനുബന്ധിച്ചാണ് ഇയാളുടെ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നു. അതുകൊണ്ട് സഹകരണ മന്ദിരത്തിന്റെ മുകളിൽ ക്ഷീരബല പ്രയോഗം, നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വളരെ വഷളായ മിളയച്ചമായ പല നാടകങ്ങളിലൂടെ, ക്ഷീരബല പ്രയോഗങ്ങളിലൂടെ, പല നാടകത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മിളയച്ചമായ പല കാര്യങ്ങളും നടത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന് സന്യാസം കൊടുത്തത്, ഇവരുടെ ഒരു ആത്മീയ ഗുണ്ടയായിട്ട് ഇവിടെ നിലനിർത്താൻ വേണ്ടി. അങ്ങനെ ഈ അമൃതാജന്യയുടെ ഈ അവസ്ഥാ പൂർത്തീകരണത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒപ്പിക്കാൻ വേണ്ടി അതിനെ എതിർക്കേണ്ടവരെ എതിർത്തും ഒതുക്കേണ്ടവരെ ഒതുക്കിയും ഈ ഗുരുസ്വാമി എന്ന് പറയുന്ന ഒരു നാമോദയത്തിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ വളരെ ആഭാസത്തരത്തിൻ്റെ കുറേ നാളുകളായിരുന്നു മദ്യക്കച്ചവടം, ഈ സ്ത്രീ വിഷയങ്ങളിൽ ഒട്ടനവധി. ദയാജന്യ എന്ന് പറഞ്ഞ ജന്യ ഒളിച്ചു ഇവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് ഗുരുവായിട്ട് കൊണ്ടുവന്ന് ദർശന സ്വഭാവമുള്ളൊരു ജന്യായിരുന്നു. ആ കുട്ടിയെ ഇദ്ദേഹം അനാവശ്യമായിട്ട് ശല്യം ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഇവിടെ നിന്ന് പോയി. പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നൊക്കെ അവർ പ്രാണരക്ഷാർത്ഥം അവർക്ക് ജീവഭയത്തിന് വേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടാണ് പിന്നെ നിലനിന്നത്. അത് കഴിഞ്ഞതിന് ശേഷവും കുറേ നാൾ ഉപദ്രവിച്ചു അവർ ആ കുടുംബത്തിന്. അതൊക്കെ ചരിത്രമാണ്. അതൊക്കെ ഒരുപാട് മാഗസിനുകളിലും പിന്നെ അന്നത്തെ പത്രങ്ങളിൽ 2003 പത്രങ്ങളിലും വന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് ദാസൻ എന്ന ആളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അദ്ദേഹം ഇവിടുന്ന് പോവുകയും ആ
പെൺകുട്ടിയുടെ വീട്ടിൽ പോയി താമസിക്കുകയും അവിടെ നിന്ന് പിന്നെ എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര കലഹങ്ങളാവുകയും ഇദ്ദേഹം ഒരു ഗുണ്ടയായിരുന്നു എന്നുള്ള കാലത്താണ് അറിയുന്നത്. അപ്പോൾ അതിന് പ്രകാരം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വീട്ടിൽ കലഹമായി കഴിഞ്ഞ് നേരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ഈ ഭാര്യ ആലോചിച്ചോക്കണം. ഈ അമൃത ജെന്നി കെട്ടിച്ചു കൊടുത്ത 2005-2006 കാലഘട്ടത്തിൽ ഈ ഗുരുരത്നസ്വാമിയുടെ നിർദ്ദേശപ്രകാരം കെട്ടിച്ചു കൊടുത്ത ഒരു വിവാഹത്തിന്റെ കഥയാണ് ആ സഫാരി ചാനലിൽ പറയുന്നത്. അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ കാണിക്കാൻ നിർവാഹമില്ല, കാരണം മറ്റൊരു ചാനലിന്റെ ഉള്ളതുകൊണ്ട്. അതിന്റെ ഓഡിയോ, അതിന്റെ ഒരു പിക്ചർ സഹിതം ഇവിടെ കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ കമന്റ് ബോക്സിൽ അത് പിൻ ചെയ്യുകയും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്യാം. ഈ പറയുന്ന ഈ ഒറിജിനൽ വീഡിയോ സഫാരി ചാനലിൽ 11 മാസങ്ങൾക്ക് മുമ്പ് വന്ന ആ ഒരു വീഡിയോയാണ്. ആ വീഡിയോ കണ്ടതിന്, ആ ഓഡിയോ നിങ്ങൾ കേട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിന് സംബന്ധമായിട്ട് എനിക്ക് സംസാരിക്കാൻ. കാരണം മറ്റൊന്നുമല്ല, അനവധി കുടുംബങ്ങളിൽ ഈ അമൃത ജെന്നി ഈ കല്യാണങ്ങൾ നടത്തിയിരുന്നു. ഇവിടെ കല്യാണം നടത്തിയിട്ട് ഇപ്പം തന്നെ നിലവിൽ 40ഓളം ഡൈവേഴ്സ് കേസുകൾ ബഹുമാനപ്പെട്ട പല കോടതികളിലായിട്ട് ഫയൽ ചെയ്യപ്പെട്ടിരുന്നു. ഇവർക്ക് ഒരു കല്യാണം നടക്കുമ്പോൾ ഇത്ര പവൻ സ്വർണവും എന്നുവെച്ചാൽ അവർക്ക് കൊടുക്കുന്ന സ്ത്രീധനത്തിന്റെ ഇത്ര പെർസെൻറ്റേജ് ഗുരുവിനുള്ള പങ്കെന്നുള്ള രീതിയിൽ അവിടെ തട്ടസമർപ്പണം കിട്ടും. അപ്പൊ ഇവര് 25 പവൻ പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ആൺകുട്ടികളുടെ ആൾക്കാർക്ക് പെൺകുട്ടികളുടെ മാതാപിതാക്കളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് 100 പവൻ കൊടുപ്പിക്കും. എന്നിട്ട് അവരിന്ന് ഒരു 50 പവൻ സമർപ്പിക്കും. മനസ്സിലായി? അതേപോലെ സ്ഥലമായാലും വീടായാലും പലതും, എന്തായാലും ഇവർക്ക് ലാഭം മാത്രം. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആ വീടുകളിൽ കുടുംബകലഹം ഉണ്ടായി കഴിയുമ്പോൾ ഈ ചേരാൻ പറ്റാത്ത ജീവിത ശൈലിയിലുള്ള ആൾക്കാരെ തമ്മിൽ ചേർത്ത് കുടുംബകലഹം ഉണ്ടായി കഴിയുമ്പോൾ ഡൈവേഴ്സ് ചെയ്യാനും ഇവർക്ക് ഇത് തന്നെ നിർദ്ദേശിക്കും. അങ്ങനെ ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ അതിനുള്ള റെക്കോർഡ്സുകളുണ്ട്. മനസ്സിലായി? ഓരോ കുടുംബക്കാരും എന്നെ വിളിച്ച് സംസാരിച്ചതിൻ്റെ കോൾ റെക്കോർഡർ സഹിതം അവരുടെ ഡീറ്റെയിൽസ് സഹിതമുണ്ട്. മനസ്സിലായി? എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ആ കുടുംബത്തിൽ ഇവര് ഏത് പക്ഷത്താണോ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള രീതിയിൽ ഇവർ പറയും. ഇപ്പോൾ ഒരു പെൺകുട്ടി ഇവരുടെ കസ്റ്റഡിയിലുള്ള പെൺകുട്ടിനെ കൊണ്ട് ഡൈവേഴ്സ് ചെയ്യിപ്പിക്കണം എന്ന് വെച്ചു. ആ പെൺകുട്ടിയോട് പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അവൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കളിൽ എനിക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്ത്രീധനം കിട്ടിയതുകൊണ്ടാണ് അത് അവിടെ വീട് മോടി പിടിപ്പിച്ചത്. അങ്ങനെ പല പല കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ അവിടെ നിന്ന് പെങ്ങൾ കെട്ടിച്ചു വിട്ടുന്നു. എന്തെങ്കിലും ഒരു സാധ്യതകൾ കണ്ടെത്തിയിട്ട് ആ നിയമപരമായിട്ടുള്ള കാര്യത്തിലേക്ക് ഈ അവൻ്റെ വസ്തു കൂടി അറ്റാച്ച്. അപ്പോൾ 1 കോടി മുതലുള്ള ഒരു വീട് അവൻ്റെ പേരിലാണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന്. അപ്പോൾ ആ അവൻ്റെ പേരിൽ 1 കോടി മുതലുണ്ടെങ്കിൽ ആ 1 കോടി മുതലിൻ്റെ 50 ലക്ഷം എൻ്റെയാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് 25 പവനായിരിക്കും കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ 10 പവനായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ഇവർ മേടിച്ചിട്ട് എന്ത് ചെയ്യും? ആ 50 ലക്ഷം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു 50% ഗുരുവിനെന്നുള്ള പേരിൽ ഇവിടെ മേടിക്കും. എവിടെയും ഗുരുവിനെ കച്ചവട തന്ത്രമാക്കും. ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെ എവിടെയും കച്ചവട തന്ത്രമാക്കി മാറ്റുന്ന നിലപാടാണ് ഈ അമൃത ജെന്നി ഗുരുരത്നസ്വാമി അവരുടെ വീട്ടുകാരും അവരെടുക്കുന്നത്. എന്നിട്ട് ശാന്തിരാശ്രമത്തിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ, വിവിധ മേളകൾ, വിവിധ സംഘടനകളിലേക്ക് എല്ലാം ഒഴുക്കിക്കൊണ്ട് അതിൽ നിന്ന് അവരുടെ സ്വന്തം കുടുംബത്തിലേക്ക് ആ ഫണ്ട് വകമാറ്റി ചെലവാക്കുന്നു. ചെലവാക്കുകയല്ല, വകമാറ്റി എടുക്കുന്നു. മനസ്സിലായി? ഇവിടെയുള്ള 2 കോളേജുകളിൽ നിന്നായിട്ട് 5.5 കോടി രൂപയാണ് ഒരു വർഷം ഇവർക്ക് ഡൊണേഷൻ കിട്ടുന്നത്. ഫീസും മറ്റുള്ളതൊന്നുമല്ല, ഹോസ്റ്റൽ ഫീസോ പഠന ഫീസോ മറ്റുള്ള എല്ലാം മാറിയിട്ട്, ഫുഡിൻ്റെ എക്സ്പെൻസോ എല്ലാം മാറിയിട്ട് വെച്ചാൽ ലിക്വിഡ് ക്യാഷായിട്ട് അക്കൗണ്ടബിൾ അല്ലാത്ത മണിയായിട്ട് 5.5 കോടി രൂപയാണ് ഒരു വർഷം കിട്ടുന്നത് 2 കോളേജുകളിൽ നിന്നായിട്ട്, സിദ്ധ ആയുർവേദ കോളേജിൽ നിന്നായിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് കാണിക്കാം. അതിനുശേഷം അടുത്ത നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, ഗുരുവിൻ്റെ കുടുംബത്തെ പോലെ ഇകഴ്ത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം അൽച്ചേർത്തല എന്ന് പറയുന്ന ആള് അവിടെ ചന്ദ്രൂർ ജന്മഗതി, അതായത് 2025 ജനുവരിയിൽ ചോദ്യനാളിന് ഇദ്ദേഹം അവിടെ 25ാം സിൽവർ ജൂബിലി ആഘോഷിച്ചു. ഇവരെല്ലാം കൂടി ഗുരുവിൻ്റെ ജന്മഗൃഹത്തിലേക്ക് ചോദ്യ യാത്രയെന്നും പറഞ്ഞു. അന്ന് അവിടെ നിന്ന് അൽച്ചേർത്തല സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കുടുംബത്തെയും നാടിനെയും നാട്ടുകാരെയും എല്ലാം ഇകഴ്ത്തിക്കൊണ്ടാണ്. ഇതിന് ശക്തമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകും. അത് ഞാൻ ഈ വീഡിയോ കേട്ടതിന് ശേഷം പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഓഡിയോ ഒന്ന് കേൾക്കാം. ആ സഫാരി ചാനൽ വന്ന ആ ഓഡിയോ കേട്ടിട്ട് അടുത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാം. 2013 ഞാൻ ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഇൻറ്റിമേഷൻ വരികയാണ് ആശുപത്രിയിൽ നിന്ന് ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക്. ലേഖ എന്ന് പറയുന്ന ഒരു സ്ത്രീ തീപ്പൊള്ളലേറ്റ് അവിടെ കുന്നംകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട്. അവിടെ നിന്നൊരു ഇൻറ്റിമേഷൻ, പോലീസിനൊരു മെഡിക്കൽ ലീഗൽ കേസുകളാകുമ്പോൾ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക്
അറിയിപ്പ് കിട്ടുന്ന പോലെ ഇൻറ്റിമേഷൻ വന്നു. അങ്ങനെ ഹെഡ് കോൺസ്റ്റബിൾ അവിടെ അത് മൊഴിയെടുക്കാനായിട്ട് ആശുപത്രിയിലെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കാണുന്നത് വെച്ചാൽ അവർക്ക് മാത്രമല്ല പൊള്ളലേറ്റിരിക്കുന്നത്, അവരുടെ ഭർത്താവിനും പൊള്ളലേറ്റിട്ടുണ്ട്. ഒരു കുട്ടി, ഒരു 6 വയസ്സായ കുട്ടി, ആ കുട്ടിക്കും പൊള്ളലേറ്റിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആ സ്ത്രീയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. സ്ത്രീ കോൺഷ്യസ് ആണ്. ഈ ഭർത്താവ് ദാസൻ, അയാൾ ശരിക്കും ഒറ്റപ്പാലത്തുകാരനാണ്. അയാൾ ഈ തിരുവനന്തപുരത്ത് കരുണാകര ഗുരുവിൻ്റെ ആശ്രമത്തിൽ കുറേ കാലം അന്തേവാസിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ലേഖയുടെ കുടുംബം, ലേഖയുടെ അച്ഛനും അമ്മയും ഒക്കെ ഒരു പ്രാർത്ഥനാ നിർഭരായിട്ട് ഒരു ഉപാസിക്കാനുള്ള രീതിയിൽ ഈ ആശ്രമത്തിൽ വന്നിരുന്നു. അപ്പോൾ അവിടെ വന്ന് സ്വാമി അങ്ങനെ പരിചയപ്പെട്ട് കാര്യങ്ങൾ, കുട്ടിയുടെ കല്യാണമൊന്നും കഴിയുന്നില്ല, ഒരുപാട് പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട്, പൈസയൊന്നും കാര്യമായിട്ട് കൊടുക്കാനില്ല എന്ന് സ്വാമിയോട് എല്ലാ കാര്യങ്ങളും സങ്കടങ്ങളും ഉള്ളു തുറന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു സാത്വികനായിട്ടുള്ള ഒരു പയ്യൻ ഇവിടെയുണ്ട്, ദാസൻ, അവൻ നിങ്ങൾക്ക് കുടുംബത്തിന് യോജിക്കും എന്ന് പറയണോ. അങ്ങനെ രണ്ടു കൂട്ടരും, അവന് അധികം ബന്ധുക്കളൊന്നുമില്ല, ഇവർക്കധികം ബന്ധുക്കളൊന്നുമില്ല. വിവാഹം നടന്ന് അവന് വേറെ വീടൊന്നുമില്ല, കാര്യമായിട്ടുള്ള ഇതുകളൊന്നുമില്ല ദാസൻ ഈ ലേഖയുടെ വീട്ടിൽ, ഗുരുവായൂരിനടുത്ത് കാരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ വീട്ടിൽ വന്ന് താമസം തുടങ്ങി. അപ്പോൾ ലേഖ ഒരു സംഗീത ടീച്ചറാണ്, മ്യൂസിക് BA ഒക്കെ പഠിച്ച് ഒരു സ്വകാര്യ വിദ്യാലയത്തിൽ ടീച്ചറായിട്ട് ജോലി നോക്കുകയാണ്. 3 കുട്ടികളായി. ഈ 2 വയസ്സിൻ്റെ വ്യത്യാസം, 6 വയസ്സ്, 4 വയസ്സ്, 2 വയസ്സ്. മൂത്ത കുട്ടി രാഹുൽ 6 വയസ്സുകാരൻ. വീട്ടിൽ കുറേശ്ശെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇയാൾ ഈ പറയണ മുഖത്ത് കണ്ട ആ ഒരു ഭാവം, അല്ലെങ്കിൽ അയാൾ അപ്പിയറൻസ് കണ്ട ഭാവം എന്നല്ലായിരുന്നു. അയാൾ ഭയങ്കര വഴക്കാളിയാണ്. അയാൾ ഒറ്റപ്പാലത്തുള്ള എന്തോ നിസ്സാരം എന്തോ കാശിനുള്ള അയാളുടെ പാർട്ടീഷൻ കിട്ടിയത് മുഴുവനും അവിടെ നിന്ന് വിറ്റ് അത് കൊണ്ടുവന്ന് ഇവിടെ ഇവരെ വീട്ടിൽ താമസിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ലേഖയുടെ വീട്ടിലെ പാർട്ടീഷൻ കിട്ടണമെന്നായി അടുത്തത്. ലേഖയുടെ വീട്ടിലെ ഒരു കുടുംബ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ലേഖയുടെ അച്ഛൻ ഒരു CRPF ന്ന് ജവാനായിട്ട് റിട്ടയർ ചെയ്ത ഒരു വേലായുധനാണ്. വേലായുധന് ചെറിയ പെൻഷനൊക്കെ ഉള്ളൂ, കാരണം സർവീസും കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ തുച്ഛമായ പെൻഷൻ കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. അപ്പോൾ ഈ 3 കുട്ടികളെ അവരുടെ നോക്കണം. ഈ കുടുംബത്തിൽ ഒരു ലേഖയ്ക്കൊരു അനിയനുണ്ട്, അത്രയേ ഉള്ളൂ ആ കുടുംബത്തിൽ. വേറെ ഒരു ഏണിംഗ് മെമ്പർ ആ വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോൾ പാർട്ടീഷൻ വേണം. ആകെ 4.5 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇവർ ജീവിച്ചിരിക്കില്ല, ഇത് വേണമെന്നും പറഞ്ഞിട്ട് ഇവളെ മർദ്ദിക്കാൻ തുടങ്ങി. അവസാനം ഒരു കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 1 സെൻറ്റോ 1.5 സെൻറ്റോ മറ്റാണ് കിട്ടുക ഈ ലേഖയ്ക്ക്. അത് വേലായുധൻ പറഞ്ഞ് തരാം, എന്ന് വേണമെങ്കിൽ തരാം. ഈ 4.5 സെൻറ്റ് പറഞ്ഞ് നിനക്ക് 1.5 സെൻറ്റ് തന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് പൊളിക്കണ്ടേ. അങ്ങനെ പറഞ്ഞ് വേലായുധനുമായിട്ട് മുഷിഞ്ഞു. ഒരു ദിവസം പിന്നെ രാഹുൽ പറഞ്ഞു, 6 വയസ്സുകാരൻ പറഞ്ഞു, അമ്മേ, അച്ഛൻ്റെ പുറകിൽ അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടാ, വെട്ടുകൊണ്ട പോലെ ഒരു അടയാളം. വാസം പറഞ്ഞ ലേഖ അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല, വേറെ ഒന്നും മറുകാണെന്നോ വേറെ എവിടെ മരത്തിന്മ കയറിപ്പോൾ പറഞ്ഞതാണെന്നോ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ ഇയാൾ പറഞ്ഞു, അത് മരത്തിൽ കയറിയൊന്നുമല്ല, അതിനൊക്കെ ഒരു കഥയുണ്ട്. ഞാൻ മട്ടാഞ്ചേരിയിലെ ഗുണ്ടയായിരുന്നു. ഇതാണ് ഡയലോഗ്. ഞാൻ മട്ടാഞ്ചേരിയിലെ ഗുണ്ടയായിരുന്നു. വെട്ടിനും കുത്തിനും പോയിട്ട് കൊണ്ട വെട്ടാണത്. ഞാൻ അവിടെ പല കേസുകളിലും പ്രതിയാണ്, പിടികെട്ട പുള്ളിയാണ്. അപ്പോൾ ഒരു പേടിയായി. അപ്പോൾ ഒരു പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിക്കോ, നിങ്ങൾ വീട്ടിൽ നിന്ന് പോയിക്കോ, ഇവിടെ നിൽക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ട്യൂഷൻ മ്യൂസിക് എടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ നിന്ന് ഇവിടെ രാജിവെപ്പിച്ചു. ആകെ എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരുന്നതാണ്. ആ സ്കൂളിൽ നിന്ന് ബലമായിട്ട് സ്കൂൾ രാജിവെപ്പിച്ചു. അപ്പോഴാണ് തീരെ അവർക്ക് പറ്റാണ്ടായി തുടങ്ങിയത്. നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ എവിടെയെങ്കിലും പോയി എങ്ങനെയും ജീവിച്ചോളാം, നിങ്ങളെ വേണ്ട. പിന്നെ അന്ന് തൊട്ട് മർദ്ദനായി. അങ്ങനെയാണ് ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം, മക്കളൊക്കെ വീട്ടിലുള്ള ദിവസം തന്നെയാണ്, പകലാണ്, അയാൾ നേരെ ഭാര്യയായിട്ട് വഴക്ക് ആയി നേരെ ഭാര്യനെ ചേർത്ത് പിടിച്ച് അവർ തലയിൽ കൂടെ പെട്രോൾ ഒഴിക്കുകയാണ്. പെട്രോൾ ഒഴിച്ച് കത്തിച്ചു.
രാഹുൽ കയറി അതിൻ്റെ ഇടയിൽ കയറി പിടിച്ചു. രാഹുലിൻ്റെ കയ്യും പൊള്ളി, രാഹുലിനെ തള്ളി താഴെ ഇട്ടു. ലേഖ എന്ത് ചോദിച്ചാൽ എന്തായാലും ഇയാൾ എന്നെ കൊല്ലുന്നു മനസ്സിലായി. എന്നെ ഇയാൾ എന്തായാലും ഇയാൾ കൊല്ലും. ഇയാൾ ഒഴിച്ച് ഓടിപ്പോകാൻ നിൽക്കുന്ന ഇടയിൽ ഈ കത്തിയ ആ വസ്ത്രത്തോടു കൂടി ഇയാളെ വട്ടം കയറി പിടിച്ചു. ഇയാൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റാണ്ടായി. അപ്പോൾ ഇയാൾക്കും ഒരു ഭാഗികമായിട്ട് പൊള്ളലേറ്റിട്ടുണ്ട്. ഇതാണ് പിക്ചർ. അങ്ങനെ രണ്ടുപേരും ഇയാൾക്ക് സർവൈലൻസ് ഇട്ടു, നിരീക്ഷണം ഇട്ടു. കാരണം ഇയാൾ പ്രതിയാണ്. 307 വകുപ്പ് പ്രകാരം വധോദ്യമത്തിന് കേസെടുത്തു. അപ്പോൾ ഇയാൾ എന്തായാലും അവിടെ ചിലപ്പോൾ ചാടി പോകാൻ വഴിയുണ്ട്. അപ്പോൾ ഇയാൾ ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ലേഖയ്ക്ക് ഒരു 60% പൊള്ളലുണ്ട്, സർവൈവ് ചെയ്യാൻ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. മറ്റാൾക്ക് അത്രയില്ല, ഒരു 40% അത്ര അടുത്ത് പൊള്ളലൊക്കെ ഉള്ളൂ. ഈ കയ്യിലും അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ, ചിലപ്പോൾ രക്ഷപ്പെടാം. അപ്പോൾ എന്തായാലും അയാൾക്ക് പോലീസ് കാവലേർപ്പെടുത്തി. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന പോലീസുകാരൻ പറഞ്ഞു, ഡോക്ടർ സാറിനെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി അധികം ഉണ്ടാവില്ല. അപ്പോൾ ലേഖയുടെ മരണമൊഴി എടുക്കാം എന്ന് ഡോക്ടർ അറിയിച്ചു. കാരണം അവർക്കിപ്പോൾ ബോധമുള്ള സമയത്ത് മാത്രമേ മരണമൊഴി എടുക്കാൻ കഴിയുള്ളൂ. തന്നെയല്ല അവർ ഇമ്മിനൻ്റ് ഡെത്ത് എക്സ്പെക്റ്റ് ചെയ്യണം ഡോക്ടർ. അതായത് ആസന്ന മരണം, ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മരിക്കുമെന്ന് ഡോക്ടർ അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ മരണമൊഴി എടുക്കാൻ പറ്റുള്ളൂ. ഒരു ക്രൈമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ മരണമൊഴി എടുക്കാൻ പറ്റുള്ളൂ. എവിഡൻസ് ആക്ടിൽ 32 വകുപ്പ് പ്രകാരം, ഇന്ത്യൻ തെളിവ് നിയമം 32 പ്രകാരം. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മരണമൊഴി എടുത്തു. ആ മരണമൊഴിയിലും എന്താ പറഞ്ഞത് നമുക്കറിയില്ല. മരണമൊഴിയിൽ മജിസ്ട്രേറ്റിനോട് രഹസ്യമായിട്ട് പറയുന്ന മൊഴിയാണ്. പലപ്പോഴും നമ്മുടെ ചാനലുകളിലൊക്കെ കാണാറുണ്ട്, മരണമൊഴി ചാനലിൽ കിട്ടി പുറത്തായി എന്നൊക്കെ പറഞ്ഞിട്ട്. പോലീസിന് പോലും കിട്ടില്ല. കാരണം അതൊരു സീൽഡ് കവറിൽ വിചാരണ നടത്തുന്ന മജിസ്ട്രേറ്റിനാണ് സാക്ഷിയായിട്ട് അവർ വന്നിട്ട് അവർക്കാണ് കൊടുക്കുകയുള്ളൂ. ഒരാൾക്കും ലോകത്ത് കാണാൻ പോലും സമ്മതിക്കില്ല, നമ്മുടെ സാന്നിധ്യം പോലും ഉണ്ടാവില്ല. അതാണ് മരണമൊഴി. അപ്പോൾ ലേഖയുടെ മരണമൊഴി എടുത്തു. പിറ്റേ ദിവസം ലേഖ മരണപ്പെട്ടു. അപ്പോഴൊന്ന് ആലോചിക്കണം, ബാക്കി 3 കുട്ടികൾ ഒരു വീട്ടിലാണ്, അച്ചാച്ചൻ്റെ പരിരക്ഷയിൽ കഴിയുകയാണ്. പിന്നെയുള്ളത് ദാസനാണ്, ഭർത്താവ്. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ദാസനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ തയ്യാറാക്കിയിട്ട് പോലീസിൽ നിർത്തിയിരിക്കുന്നതാണ്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ദാസനും മരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് കേസ് ചാർജ് അബേറ്റ് ചെയ്യാന്നാണ് പറയുക. പ്രതിയുള്ള കേസിൽ പ്രതി മരിച്ചു കഴിഞ്ഞാൽ കുറ്റപത്രം കൊടുക്കും. പക്ഷേ കുറ്റപത്രത്തിൻ്റെ അടിയിൽ ചുവന്ന അക്ഷരത്തിൽ ചാർജ് അബേറ്റഡ് എന്നാണ് ഇത്, ABATED, പ്രതി നോ മോർ എന്നർത്ഥത്തിൽ. അങ്ങനെ ആ കേസ് ക്ലോസ് ചെയ്ത് കളയാണ് ചെയ്യുക, വിചാരണ കൂടാതെ ക്ലോസ് ചെയ്തതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ അതങ്ങനെ പോയി. പിന്നെ അവശേഷിക്കുന്നത് ഈ 3 കുട്ടികളെ അവരുടെ പരിരക്ഷണം മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ CRP വേലായുധൻ എന്നാണ് ഈ CRPയിലെ ജവാൻ വേലായുധനും കൂടെ വളരെ ആരോഗ്യം കുറഞ്ഞ് ഒരുപാട് പ്രായമൊക്കെയായ ഒരു മനുഷ്യൻ, പാവ മനുഷ്യൻ. ആ മുഖം ഇപ്പോഴും മറക്കില്ല. അയാൾ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ്. ഈ 3 കുട്ടികളെ എങ്ങനെയാണ് പരിരക്ഷിക്കുക? 2 വയസ്സാണ് ഏറ്റവും താഴെയുള്ള കുട്ടിക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു മകനില്ലേ വീട്ടിൽ? അല്ല, അവനൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പോവും. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും വയസ്സായി, ഒന്നിനും കഴിയില്ല. അപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാനും ഗുരുവായൂർ ഒരു മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ കാലത്ത്, സ്നേഹസ്പർശി. ഇന്ന് 12 കൊല്ലമായിട്ടും അതുണ്ട്, ഞാൻ അതിൻ്റെ ചെയർമാനുമാണ്. അപ്പോൾ ആ കൂട്ടായ്മയിൽ ഒന്ന് വരാൻ പറഞ്ഞു ഇയാളടുത്ത്. ആ കൂട്ടായ്മയിൽ ആ 3 കുട്ടികളെയും കൊണ്ട് അവിടെ വന്നു. എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഈ വിവരം എൻ്റെ കമ്മീഷണർ പ്രകാശ് സാറിനോട് പറഞ്ഞു. പ്രകാശ് സാർ കുറേ ഡയറക്ഷൻസ് തന്നു. എന്തായാലും ഞാനത് പത്രമാധ്യമ സുഹൃത്തുക്കളെ അത് വിളിച്ചിട്ടുണ്ടായിരുന്നു. പത്രങ്ങളിലൊക്കെ ഒരു വലിയ കോളം ന്യൂസായിട്ട് വന്നു, 3 കുട്ടികൾ അനാഥർ എന്നുള്ള രീതിയിൽ. അവർക്ക് തുടർന്ന് പഠിക്കണം, അവർക്ക് വസ്ത്രം, മറ്റു ഭക്ഷണം, മറ്റു കാര്യങ്ങൾ, ഇയാളെ കൊണ്ട് കഴിയാത്തൊരവസ്ഥ, ഇയാൾക്ക് കുറേ കടം ഇതൊക്കെയുള്ള ആളാണ്. പെട്ടെന്നത് ഗുരുവായൂരിലെ പത്രപ്രതിനിധികൾ, മനോരമ മണ്ണിയും മാതൃഭൂമി മണ്ണിയും ജയനും, അവരൊക്കെ ഇന്നും അന്നും ഉള്ളവരൊക്കെ വളരെ പോസിറ്റീവായിട്ട് അതിനെ റിയാക്ട് ചെയ്തു. പെട്ടെന്നൊരു ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടി ഒരു അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് കാനറ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി. കാനറ ബാങ്കിൽ മാനേജർ തന്നെ 1000 രൂപ ആദ്യം ഇടുന്നു. എന്നിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ആയി. ഈ കുട്ടികളെ അപ്പോൾ അവിടുത്തെ ഒരു വക്കീൽ അഡ്വക്കേറ്റ് മുരളീകൃഷ്ണൻ ഒരു വലിയൊരു സ്കൂൾ നടത്തുന്നുണ്ട്. ഞാൻ ആ ജനങ്ങളുടെ ആ ഒരു ആക്സെപ്റ്റൻസാണ് ഞാൻ പറയുന്നത്.
ഒരു +2 വരെയുള്ള സ്കൂളാണ്. അപ്പോൾ മുരളീകൃഷ്ണൻ വക്കീൽ പറഞ്ഞു, എൻ്റെ സ്കൂളിൽ ഈ കുട്ടികളെ സൗജന്യമായിട്ട് അവർ യൂണിഫോം, അവർക്ക് ബസ്, ഇതുപോലെ ബുക്സ് എല്ലാം എവറിത്തിങ് ഫ്രീ ആയിട്ട് ഞാൻ സ്പോൺസർ ചെയ്യുകയാണ്. ഏറ്റവും 2 വയസ്സായ കുട്ടിയെ ഒരു പ്ലേ സ്കൂളുകാരും സ്പോൺസർ ചെയ്തു. അപ്പോൾ വേലായുധന് അത്രയും ഒരു ഇത്. അത് കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞു, ഞാൻ ആ സ്കൂളിൽ അവർ ആനിവേഴ്സറിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായി ചെന്നു. അപ്പോൾ രാഹുലിനെ കണ്ടു, അനിയനെ കണ്ടു, രാഹുലിൻ്റെ HMനെ കണ്ടു, അവരെ ക്ലാസ് ടീച്ചറെ കണ്ടു. കാരണം അത്രയ്ക്ക് കാണുന്ന കാര്യം, സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ അച്ഛനും അമ്മയൊക്കെ ഇല്ലാത്ത, ആരും അങ്ങനെ അറ്റൻഡ് ചെയ്യാനും ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ട്രാക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അത് സമൂഹത്തിന് തന്നെ ഒരു ബാധ്യതയാവും. അവർ കുടുംബത്തിന് മാത്രമൊന്നുമല്ല, കാരണം അവരാരും കെയർ ചെയ്യാനില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ ഇതിൽ പോയിരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പോയിരുന്നോ എങ്ങനെയെന്നുള്ള അർത്ഥമില്ല, അവരാ മുഖ്യധാരയിൽ നിന്ന് അവർക്ക് ഒരുപാട് അപകർഷതകളുണ്ടാവും. സ്കൂളിലായാലും അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ അച്ഛൻ ക്രിമിനലായിരുന്നു, അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെയുള്ളൊരു ട്രാജഡിയിൽ നിന്ന് വന്ന ഫാമിലിയാന്ന് പറയുമ്പോൾ അവരുടെ സഹതാപം, അവർക്ക് ആവശ്യം സഹതാപമല്ല, ആ കുട്ടികൾക്ക് ആവശ്യം ആത്മവിശ്വാസമാണ്. അത് കൊടുക്കേണ്ടത് അവർക്ക് അപ്പം കൊടുക്കാൻ പറ്റും സ്കൂളിലാണ്. അങ്ങനെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞു രാഹുലിന് സംഗീത അഭിരുചിയുണ്ട്, കാരണം അമ്മയുടെ അഭിരുചി കിട്ടിയിരിക്കുന്നത് രാഹുലിനാണ്. അവന് ഞാൻ അപ്പോൾ മ്യൂസിക് ടീച്ചറോട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് സ്വീറ്റ്സൊക്കെ പോലീസുകാരെല്ലാവരും കൂടി, ഗുരുവായൂർ സ്റ്റേഷനിലെ പോലീസുകാർ, സുരേഷ് CI, അതുപോലെ തന്നെ സുദർശൻ, അവരെല്ലാവരും പോലീസാണ് പിന്നെ ആ രീതിയിലേക്ക് ആ കുട്ടിയുടെ അവരൊരു പരിപാലനം നടത്തിയത്. അങ്ങനെ കാര്യങ്ങൾ പോണു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ഷോക്കിംഗ് ന്യൂസ് വരുന്നത്. ഒരു രാത്രിയിൽ ഈ വേലായുധനെയും ഈ കുഞ്ഞുമക്കളെയും ആ വീട്ടിൽ നിന്ന് ബലമായി അടിച്ചിറക്കി. കാരണം ആരടിച്ചിറക്കി? വേലായുധൻ്റെ മകൻ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ. അത് ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം കിട്ടുന്ന ഇൻഫർമേഷനാണ്. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഈ 3 കുട്ടികളും വല്ലാതെ വാശി പിടിക്കുന്നു, വല്ലാതെ കുറുമ്പ് കാണിക്കുന്നു, അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർക്കൊരു ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അമ്മ പോയ എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, ഇത്രയല്ലേ ഉള്ളൂ, കുഞ്ഞുങ്ങളല്ലേ, 6 വയസ്സ് 4 വയസ്സ് 2 വയസ്സ് എന്നൊക്കെ പറഞ്ഞ്. ആകെ ഒരു അച്ചാച്ചൻ വേലായുധൻ മാത്രം. അപ്പോൾ വേലായുധനെ റോട്ടിൽ കാണുന്നത് ദേഹം മുഴുവൻ രക്തമൊലിപ്പിച്ച ഇതിൽ തല്ലുകൊണ്ടിട്ട് ഒരു രാത്രിയിലാണ്. എന്തെങ്കിലും ഒരു മോശമായ തീരുമാനം എടുക്കാൻ ഒരു നിമിഷം മതി. ഈ ഒരു സാഹചര്യത്തിൽ 70 വയസ്സുണ്ട് അത് വേലായുധന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ എവിടെ എത്തിച്ചു എന്ന് മാത്രം ഞാൻ പറയാം. ഇവരെ എവിടെ ഹാർബർ ചെയ്യും, എവിടെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഈ രാത്രിയിൽ ഒരു കണക്കിന് ഒരു രീതിയിൽ മാനേജ് ചെയ്തു. മണ്ണുത്തിക്കടുത്ത് SOS എന്ന് പറയുന്ന കുട്ടികളുടെ ഗ്രാമമുണ്ട്, സേവ് അവർ സോൾസ്. ആ 2 ഇടത്ത് മാത്രമേ കേരളത്തിലുള്ളതെന്നാണ് എൻ്റെ അറിവ്, ആലുവയിലും മണ്ണുത്തിക്കടുത്ത് മുളയം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഞാൻ മണ്ണുത്തി SI ആയിരിക്കുന്ന കാലത്ത് അവിടുത്തെ ഒരു ഫാദർ ജോൺ ഉണ്ട്, അതിൻ്റെ ഡയറക്ടർ. അതിൻ്റെ വാർഷികത്തിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോഴാണ് എന്താണ് ഈ കുട്ടികളുടെ ഗ്രാമം എന്ന് ഞാൻ അറിയുന്നത്. ഒരു 10-40ഓളം വീടുകൾ, അന്ന് ഒരു വീട്ടിൽ 10 കുട്ടികൾ, അവർക്കൊരമ്മ. അവിടെ ഒറ്റ കണ്ടീഷനും മാത്രമേ ഉള്ളൂ, അനാഥരായിരിക്കും, അല്ലെങ്കിൽ പോറ്റി വളർത്താൻ പറ്റാത്തവരായിരിക്കും, ഭിന്നശേഷിക്കാർ, ബ്ലൈൻഡ്സ് അങ്ങനെയുള്ളവരൊന്നും അവർ എടുക്കില്ല, കാരണം അത് അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. ഈ 10 വീട്ടിലേയും കൂടി ഒരു അമ്മയുണ്ടാവും. ആ അമ്മ രാവിലെ ഈ 10 കുട്ടികളെ എണീപ്പിക്കുന്നു, അവരെ പല്ല് തേപ്പിക്കുന്നു, അവരെ വസ്ത്രം ഇടിപ്പിക്കുന്നു, എന്താണ് അവരുടെ ഏജിൽ റിക്വയർമെൻറ്റ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് വാട്ടർ ബോട്ടിലടക്കം കറക്റ്റ് ഇത് കെട്ട് ആ പരിസരത്തുള്ള ഡോൺ ബോസ്കോ സ്കൂൾ, ഏത് സ്കൂളിലാണ് കുട്ടികൾ പഠിക്കണത് അവിടേക്കുള്ള സ്കൂൾ ബസ്സുകൾ വരുമ്പോൾ ആ അമ്മമാർ ആ ബസ്സിൽ കൊണ്ട് ഇത് ചെയ്യുന്നു, തിരിച്ചവരെ കൊണ്ടുവരുന്നു, അവരെ കെയർ ചെയ്യുന്നു. ഒരമ്മ നഷ്ടപ്പെട്ട ദുഃഖം അറിയാതെ മക്കളെ അന്തസ്സായിട്ട് വളർത്തുന്നു. അനാഥാലയമല്ല, ഇതൊരിക്കലും ഒരു അനാഥാലയമല്ല, കാരണം അത് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടികളാണ്. ഞാൻ തന്നെ ഒരു വാടാനപ്പള്ളി SI ആയിരിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു കുട്ടീനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കുടുംബം രക്ഷിക്കാൻ വേണ്ടി അവിടെ കൊണ്ട് ആ ഒരു ജനിച്ച ഉടനെ കുഞ്ഞിനൊക്കെ ഏൽപ്പിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അവരെങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളത്. അവിടുത്തെ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ ഒരു SLCയോ +2 ഒക്കെ കഴിയുമ്പോൾ ലോകത്തുള്ള ഏതെങ്കിലും പൗരന്മാർ അവരെ ദത്തെടുക്കും. പിന്നെയുള്ള വളർച്ചകൾ മുഴുവൻ അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവിടുന്ന് പോയവർ ആത്മവിശ്വാസം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നവരാണ്.
അവിടേക്ക് ഞാൻ എത്തിച്ചു, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇനി കൂടുതൽ കാരണം വെൻ യു ഡു എ ചാരിറ്റബിൾ ഡീഡ് നെവർ സൗണ്ട് എ ട്രംപറ്റ് എന്ന ബൈബിളിൽ പറയുന്നത്. നമ്മളൊരു എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തി ചെയ്യുമ്പോൾ നമ്മൾ പെരുമ്പറടിച്ച് മുഴക്കരുത് എന്നാണ് ബൈബിൾ പോലും പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇത് പറയാതെ വയ്യാതെ ഉള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു നിർത്തുകയാണ്. അവിടേക്ക് ഞാൻ അവരെ എത്തിച്ചു, ഒരു ചാനലൈസ് ചെയ്തു, അത്രേ ഉള്ളൂ. കേട്ടില്ലേ? സഫാരി ചാനൽ 11 മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ചരിത്രം എന്നിലൂടെ എന്നുള്ള ആ ഒരു എപ്പിസോഡിൻ്റെ കുറച്ച് ഭാഗമാണ്. ആ കുറച്ച് ഭാഗത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്ന അദ്ദേഹം, ആ പോലീസ് ഓഫീസർ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ തമ്മിലുള്ള പ്രസക്തി എന്ന് പറഞ്ഞാൽ, ഈ കോൾ റെക്കോർഡും ഇതും തമ്മിലുള്ള പ്രസക്തി എന്ന് പറഞ്ഞാൽ, ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ കണ്ട് വളർന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ, ഗുരു ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാളുടെ കർമ്മദോഷം എന്താണെന്ന് കണ്ടെത്തി ആ കർമ്മദോഷം അകറ്റി അദ്ദേഹത്തിനുള്ള ജീവിത മാർഗം കൂടിയായിട്ടാണ് ഗുരു ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അതിൽ പ്രസ്ഥാനത്തിന് ഇതിൽ നഷ്ടം വരുമെന്നോ അത് ഒന്നും നോക്കാറില്ല ഗുരു. പക്ഷെ അതേ സ്ഥാനത്ത് ഈ ഒരു വിവാഹം നടത്തിയിട്ട് ആ കുഞ്ഞുങ്ങൾ, ആ അച്ഛനും അമ്മയും അവരുടെ ജീവൻ തമ്മിലുള്ള പൊരുത്തം പോലും മനസ്സിലാകാത്ത രീതിയിൽ അമൃതാചന്യ അല്ലെങ്കിൽ ഗുരുസ്വാമിയുടെ ഇടപെടൽ മൂലം നടത്തി കൊടുത്തിട്ട് ആ കുട്ടികളിൽ നിന്ന് അനാഥമാൻ ഇല്ലേ, അതിന് അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടു. കാരണം ഗുരുവിൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നല്ല മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന സത്സന്താനങ്ങൾ ലോകത്തിന് നന്മയായ കുട്ടികൾ വളരണമെന്നാണ്. ആ കാഴ്ചപ്പാടിനെ എല്ലാം വ്യവസായവൽക്കരിച്ചുകൊണ്ട് ഇന്ന് ഈ അമൃതാചന്യയും ഗുരുസ്വാമിയും പല പല അവസ്ഥാപൂർത്തീകരണ നാടകങ്ങൾ, മാമാകങ്ങൾ, മേളകൾ, ശാന്തിഗിരി ഫെസ്റ്റ് എന്ന് പറയുന്ന മേളകൾ, അതെല്ലാം നടത്തിക്കൊണ്ട് എല്ലാം സ്വകാര്യപരമായിട്ടുള്ള സ്വത്ത് സമ്പാദനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഗുരുദേഹവിയോഗം ചെയ്യുമ്പോൾ പ്രസ്ഥാനത്തിൽ അന്ന് വരെ കിലോ കണക്കിന് സ്വർണം ഉണ്ടായിരുന്നു. ആ സ്വർണ്ണമെല്ലാം അഴിച്ചു മാറ്റി വിറ്റു. അതുകൂടാതെ രത്നങ്ങൾ, പൗഴങ്ങൾ, മാണിക്യങ്ങൾ, അങ്ങനെ ഒട്ടനവധി അമൂല്യമായ വസ്തുക്കളുണ്ടായിരുന്നു. ഗുരു അന്ന് ഇവിടെ പറഞ്ഞിരുന്നു വെച്ചാൽ, ഇവിടെ ദാരിദ്ര്യം മാറാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ സമ്പന്നത വരാനായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു കല്ല് വിറ്റാൽ മതിയെന്ന്. അങ്ങനെ വിറ്റ് നിങ്ങൾ എങ്ങനെ സമ്പന്നതയിൽ ദൈവത്തെ പോലും മറന്ന് ജീവിക്കേണ്ട. അതുകൂടാതെ നമ്മൾ കഷ്ടപ്പെട്ടാണ് പ്രസ്ഥാനം വളർത്തേണ്ടതെന്ന് ഗുരു പറഞ്ഞു. ആ സമ്പത്ത് മൊത്തം കൊള്ളയടിക്കുകയും പലർക്കും വിറ്റ് അതെല്ലാം കോടിക്കണക്കിന് രൂപയായിട്ട് സ്വന്തം സ്വകാര്യ സ്വത്ത് സമ്പാദനമായിട്ട് മാറ്റുകയും മദ്യക്കച്ചവടത്തിന് വേണ്ടി ശ്രമിക്കുകയും അതുപോലെ തന്നെ മറ്റു പല സ്ത്രീ വിഷയങ്ങളിലേക്കും ഇദ്ദേഹം ഇടപെടുകയും നേതാക്കന്മാരെ കയ്യിലെടുക്കാൻ വേണ്ടി ഇവിടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് നേതാക്കന്മാരെ കൊണ്ടുവരികയും അധികാരികളെ കൊണ്ടുവരികയും പോലീസ് ഓഫീസർമാരെ കയ്യിലെടുക്കുകയും പണം കൊടുത്തിട്ട്, പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ 10 ദൃശ്യമാധ്യമങ്ങൾ ഇദ്ദേഹം എല്ലാ മാസവും കൃത്യമായിട്ട് പ്രധാനപ്പെട്ട എല്ലാ പത്രമാധ്യമങ്ങളിലെ ആൾക്കാർക്ക്, അതിൻ്റെ മുതലാളിമാർക്കല്ല, അവിടെ ജീവനക്കാരായ അധികാരികളായ ജീവനക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ അവിടെ നിന്ന് അൺഅക്കൗണ്ടുകളായിട്ട്, കാരണം അക്കൗണ്ടിൽ പെടാതെ പണം പോകുന്നുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സിൽ ഇരുന്ന് ഞാൻ സെക്യൂരിറ്റി മാനേജറായപ്പോൾ അക്കൗണ്ട്സിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഗുരുവിൻ്റെ പേരിൽ ഗുരുവിനെ ഒരു കച്ചവട ഇതായിട്ട് മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനും അനുവദിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ കുടുംബാംഗങ്ങളെ വരെ പറ്റിച്ചിട്ടുണ്ട്, സ്ഥലമായിട്ട് പറ്റിച്ചിട്ടുണ്ട്, അതുകൂടാതെ പണമായിട്ട് പറ്റിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവിധ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെയെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് വെച്ചാൽ കോടതി മുഖാന്തരം പൊയ്ക്കോട്ടെ, അവിടെ കോടതിയിൽ കേസ് കൊടുത്ത് അങ്ങനെ കിടക്കട്ടെ. ഈ അധികാര വർഗ്ഗങ്ങളെയൊക്കെ ഇവിടെ ആശ്രമത്തിൽ കൊണ്ടുവന്നിട്ട് പാവപ്പെട്ട ഇതേപോലെ ഒട്ടനവധി ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് ഗുരുവിൻ്റെ പേരിൽ. ഗുരു ആൾക്കാരുടെ പൈസ മേടിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് തിരിച്ചു കൊടുത്തു. അതേസമയത്ത് ഗുരു ദേഹവിയോഗം സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് കാശ് കൊടുത്തവരെ അവരെല്ലാവരും പറ്റിച്ചു. സ്വന്തം കിടപ്പാടങ്ങൾ വരെ വിറ്റിട്ട് ഗുരുവിനിൽ വിശ്വാസം കൊണ്ട് കൊടുത്ത പണം ഗുരു ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാ രേഖകളെല്ലാവരും നശിപ്പിച്ചു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇനിയും ഇത് അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾ തയ്യാറല്ല. അതുപോലെ തന്നെ ഗുരുവിനെ വിശ്വസിച്ച് വന്ന ഒരു പരമ്പരയുണ്ടല്ലോ, ഗുരുവിനെ അടിയുറച്ച് നിൽക്കുന്നു, ആ പരമ്പരയുടെ സഹായത്തോടുകൂടി സപ്പോർട്ടോടുകൂടി നല്ലവരായ പൊതുജനത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഗുരുവിൻ്റെ കുടുംബാംഗമായ ഞാനടക്കമുള്ള എൻ്റെ കുടുംബം, എൻ്റെ അമ്മ, കാരണം എൻ്റെ അച്ഛൻ്റെ പേരുള്ള 10 സെൻറ്റ് സ്ഥലം ഈ അമൃതാചന്യ തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനെതിരെ എല്ലാ പരാതികളും കൊടുത്ത് അധികാരവർഗത്തെ കണ്ണു തുറക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് തലം മുതൽ ശാന്തിഗിരി ആശ്രമവും എല്ലാ സ്ഥലത്തും ധർണകളും മറ്റു ബിഗ് നോട്ടീസ്. കാരണം പത്രദൃശ്യ മാധ്യമങ്ങളെ കയ്യിലെടുത്തിട്ട് കാര്യമില്ല. കാരണം ഈ കേരളത്തിലല്ല ഇന്ത്യയിൽ മൊത്തം മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് എന്നുള്ള എന്തൊക്കെ ഭാഷയിലൊക്കെ നോട്ടീസ് ഇറക്കാൻ പറ്റുമോ
എന്തായിരുന്നു ബ്രഹ്മശ്രീ കരുണാകര ഗുരു എന്നും എന്തിനു വേണ്ടിയാണ് ബ്രഹ്മശ്രീ കരുണാകര ഗുരു ശാന്തിഗിരി ആശ്രമം എന്നുള്ള സ്ഥാപനം തുടങ്ങിയെന്നും ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇന്ന് നടക്കുന്ന കൊള്ളരുതായ്മകളെ, രാജ്യദ്രോഹ കുറ്റങ്ങളെ, കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ദാസം മാത്രമല്ല, 99 മെയ് 6 ഗുരുവിന്റെ ദേഹവിയോഗ ശേഷം ഇവിടെ അമൃതാഞ്ജലിയുടെ അനുവാദത്തോടെ ഗുരുരത്നസ്വാമി ഒട്ടനവധി ഗുണ്ടകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഗുരുവിന്റെ ഭക്തരായ ആൾക്കാരെ ഭയപ്പെടുത്തി, ഭീതിയിലാഴ്ത്തി, അവരെ എല്ലാം വരുതിയിലാക്കാൻ വേണ്ടി ഒതുക്കേണ്ടവരെ ഒതുക്കി, കൊല്ലേണ്ടവരെ കൊന്ന്, എന്താ പറയുക, പറഞ്ഞു വിടേണ്ടവരെ പറഞ്ഞു പിടിച്ച്, അടിച്ചോടിക്കേണ്ടവരെ അടിച്ചോടിച്ച്, കള്ളക്കേസ് കൊടുത്ത് ഒതുക്കേണ്ടവരെ ഒതുക്കി, അങ്ങനെയാണ് ഇവർ പ്രസ്ഥാനത്തെ ഈ ഹൈജാക്ക് ചെയ്തത്. ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിന്റെ ബയലോകൾ വരെ കൃത്രിമത്വം കാണിച്ചിട്ടാണ് ഇവർ ഈ അധികാരത്തിലേക്ക് ഇതിലായിട്ട് കയറിയിരിക്കുന്നത്. ഒത്തിരി രാജ്യദ്രോഹ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനുള്ള എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുകയും ഒപ്പം ഇതിനുള്ള ഈ നിയമസഹായത്തിന് വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും നമ്മുടെ ഗുരുവിൻ്റെ വിശ്വാസികളുടെയും എല്ലാം സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു കർമ്മ പദ്ധതി തന്നെ ഈ ഗുരുവിൻ്റെ 100ാമത് ജയന്തി ആഘോഷം, അതായത് 2027 സെപ്റ്റംബർ ഗുരുവിൻ്റെ ജയന്തി വരുന്ന ദിവസം അതുവരെ ഇത് ബൃഹത്തായ ഒരു കർമ്മ പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഗുരുവിനെ ഇനി മുൻനിർത്തിക്കൊണ്ട് ഒരാളെയും വഞ്ചിക്കാനോ ഒരാളെയും പറ്റിക്കാനോ ഒരാളെയും ചതിക്കാനോ ഇനി അവസരം കൊടുക്കുന്നതല്ല. അതിന് നിയമപരമായിട്ട് നീങ്ങേണ്ടത് നിയമപരമായിട്ടും പ്രത്യക്ഷത്തിൽ പബ്ലിക്കായിട്ട് നീങ്ങേണ്ടതിന് ആ രീതിയിൽ ഏത് രീതിയിലും ഇതിനെ ചെറുക്കാൻ തന്നെയാണ് നമ്മളുടെ തീരുമാനം. ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾ എന്ന രീതിയിലും വിശ്വാസികൾ, ഗുരുവിനെ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികൾ എന്ന രീതിയിലും ആണ് ഈ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതിനെല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് 2025 ഫെബ്രുവരി മാസം, അതായത് പ്രസ്ഥാനത്തിന്റെ ഗുരുവിന്റെ ആശയത്തെ ചവിട്ടിമെതിച്ച ഈ ഒരു ദിവസം തന്നെ ഈ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ ഒരു ഗുരുവിന്റെ ആശയത്തെ ചവിട്ടിമെതിച്ച് ഇനി ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു തരി പോലും അനുവദിക്കില്ല. സദ്വേഷം.